കർണാടകയിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോര് നിലനിൽക്കുകയാണ്. രാഷ്ട്രീയ പോരെന്ന് പറയുമ്പോൾ ഇത് കോൺഗ്രസിനുള്ളിലാണ്. കോൺഗ്രസിനുള്ളിൽ ശിവകുമാർ സിദ്ധരാമയ്യയും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷം നടക്കുന്നു മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട്. എന്നിട്ടും ഹൈക്കമാൻഡിന് എന്തുകൊണ്ട് ഇടപെടാൻ കഴിയുന്നില്ല? കൃത്യമായി തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കൂടിയാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ഇതിൽ കൃത്യമായി ഇടപെടുന്നില്ല? കണ്ടിരുന്നു, വാർത്തകൾ വായിച്ചു അല്ലേ. സത്യം പറഞ്ഞാൽ ശ്രീജിത്ത് പറഞ്ഞ പോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രബലമായിട്ടുള്ളൊരു സംസ്ഥാനമാണ്. കാരണം പ്രത്യേകിച്ചും മറ്റെല്ലാ ഇതിലും നമ്മുടെ അധികാരം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ദക്ഷിണേന്ത്യ അന്ന് ആ ഒരു ഇലക്ഷൻ സമയത്ത് പോലും ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളവർ കൂടെ നിന്നതിലൊന്ന് കർണാടകയായിരുന്നു. അവിടെ BJP ഭരണത്തിൽ പാർട്ടി സാമ്പത്തികമായി ആഗ്രഹമുള്ള പാർട്ടികൾ എപ്പോഴും ലക്ഷ്യമിടുന്ന മഹാരാഷ്ട്രയും കർണാടകയും. എക്സാക്ട്ലി, കാരണം അത് കറക്റ്റാണ്. എന്നിട്ടും അന്ന് BJPക്കൊപ്പം നിൽക്കാണ്ട് അല്ലേ കോൺഗ്രസിനൊപ്പം ആ ഒരു അധികാരം കിട്ടി. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് കയ്യിലെ വെള്ള കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട ഒരു സംസ്ഥാനമാണ് കർണാടക. അവിടെയാണ് ഇപ്പോൾ പ്രതിസന്ധി വന്നേക്കുന്നത്. നമ്മൾ ഇതേ ഒരു പ്രതിസന്ധി പണ്ടും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അശോക് ഗെഹ്ലോട്ടും മറ്റേ സച്ചിൻ പൈലറ്റുമായിട്ട്. കോൺഗ്രസിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നും ഇതാണ്, കടൽക്കിഴവന്മാർക്ക് അല്ലെ അധികാരം വിട്ടു. ഇവിടെ നമ്മൾ കണ്ടു, ഈ കേരളത്തിൽ പോലും കണ്ടു, യുവ നേതാക്കന്മാർ നമ്മൾ ഇതേ കണ്ടു. ഇന്നലെ നമ്മുടെ ഒരു ഈവൻ കേരളത്തിലെ ചെറിയൊരു ഇഷ്യൂ തന്നെ എടുക്കാം, ഒരു രാഹുലിന്റെ പാർട്ടി പുറത്താക്കി എന്ന് പറയുന്ന പ്രസ്താവന സൈലന്റ് ആണ്. പക്ഷെ പ്രവർത്തിക്കണവരല്ലെങ്കിൽ പ്രവർത്തിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നില്ല. അവിടെയും ആരോപണം ചെയ്ത് എങ്ങനെയൊക്കെ പാർട്ടിയിൽ നിന്ന് ഓടിച്ചു വിടാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ഈ കോൺഗ്രസിന്റെ DNA, കോൺഗ്രസിന്റെ DNA എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. അതാണ് വലിയൊരു പ്രശ്നം. അത് സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം കസേര തന്നെ വേണം, റിപ്പീറ്റഡ്ലി കിട്ടിക്കൊണ്ടിരിക്കണം. ഇല്ല എങ്കിൽ ഞാൻ ഏത് നിമിഷം നമുക്ക് ആലോചിച്ചൊക്കെ മറ്റേ ഒരു തിരുതാ തോമയൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ, അങ്ങനെ കിട്ടില്ല എന്ന് കാണുമ്പോഴാണ് അപ്പുറത്തേക്ക് ചാടിപ്പോണത്. ഇത് നമ്മുടെ വലിയൊരു തിരുതാ തോമ എന്ന് പറഞ്ഞു ചിരി വന്നല്ലേ, സത്യമല്ലേ അയാളല്ലേ. അപ്പോൾ അവസ്ഥ അങ്ങനെ വന്നിട്ട് ചാടിപ്പോവാ. ശിവകുമാർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിലെ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു നേതാവാണ്. കർണാടകയിൽ അത്രയും പവർഫുള്ളായിട്ട് ഇലക്ഷൻ സമയത്ത് കണ്ടു, പണിയെടുത്തിട്ട് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്നതാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കസേര കൊടുക്കേണ്ടിയിരുന്നതും അർഹിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ അയോധ്യയിലെ മറ്റേ ഇത് കുംഭമേളയ്ക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡൻ്റ് ആയിട്ടുള്ള ഹിന്ദു ബിലീവറാണ്, അത് കൃത്യമായിട്ട് പറയും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ല ഒരു ശക്തനായിട്ടുള്ള നേതാവാണ്. ഇവിടെ മറ്റേ VS-നെ കാണിച്ചിട്ട് പിണറായി അധികാരത്തിൽ കയറിയ പോലെ ഇതായിരുന്നു സിദ്ധരാമയ്യ എന്ന് പറയുമ്പോൾ ആ രീതിയിൽ. അപ്പോൾ എന്തുകൊണ്ട് ഹൈക്കമാൻഡ് മിണ്ടായിരിക്കുന്നു? ഈ നിശബ്ദത തന്നെയാണ് ഈ പാർട്ടി ഇന്നത്തെ അവസ്ഥയിലെത്താനുള്ള ഏറ്റവും വലിയൊരു കാരണം. പ്രശ്നങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നമായി കഴിയുമ്പം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എത്തുമ്പോഴേക്കും വന്നിട്ട് കാര്യമില്ല. പാർട്ടിയിൽ ചെറിയ പ്രശ്നം വരുമ്പോൾ BJP മുതലാകും. തീർച്ചയായിട്ടും അതല്ലേ സംഭവിച്ചിട്ടുണ്ടാവുക. നമ്മൾ ഇതുപോലെ കണ്ടതാണെന്ന് തോന്നുന്നു അവിടെ മധ്യപ്രദേശിലല്ലേ, ജ്യോതിരാദിത്യ സിന്ധ്യ അപ്പുറത്തേക്ക് അവസാനം എന്ത് പറ്റി? ഏറ്റവും ഒരു പ്രൊമിസിങ് ആയിട്ട് പാർട്ടിക്ക് മുന്നിൽ നമുക്ക് എപ്പോഴും അഭിമാനത്തോടു കൂടി ഉയർത്തി കാണിക്കാൻ പറ്റുന്ന മാധവറാവു സിന്ധ്യയുടെ മകൻ ഇപ്പോൾ അപ്പുറത്തേക്ക് പോയി. ഇന്ന് എനിക്ക് തോന്നുന്നു BJPയുടെ വൺ ഓഫ് ദ പ്രൊമിസിങ് യൂത്ത് ആയിട്ടുള്ള ആള് അദ്ദേഹമാണ് അത്. അപ്പോൾ ഈ മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ അടിത്തറ കരുവാണ്. പിന്നീട് ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഇതുപോലെ കമൽനാഥ് അതല്ലായിരുന്നു അവർ തമ്മിലുള്ള പ്രശ്നം അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് എപ്പോഴും ഉള്ള പ്രശ്നം. കാരണം ഇവിടെ നോക്കൂ, ഇപ്പോൾ ഇനിയിപ്പോൾ കേരളത്തിൽ പ്രതിസന്ധി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നിയമസഭ ഒരു ഏറ്റവും കൂടുതൽ നമുക്ക് സ്വർണ്ണക്കൊള്ളം മാത്രം മതി ഇതിങ്ങനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ഗ്രൗണ്ട് ലെവലിൻ്റെ രാഷ്ട്രീയം കൂടെ. ഇപ്പോൾ കർണാടക പറഞ്ഞപ്പോൾ കേരളം പറഞ്ഞല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് ഞാൻ പറയാം. ഞങ്ങളുടെയൊക്കെ ഏരിയയിലൊരു കോൺഗ്രസിൻ്റെ ഒരു ഫീൽ ഒന്നും കണ്ടില്ല കേട്ടോ. എവിടെയൊക്കെയാണ് അവർക്ക് പഴിച്ചു പോകണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി എല്ലാ പാർട്ടിക്കാരും അവർ ഭയങ്കരമായിട്ട്. ഞങ്ങളുടെ ഒരു പാളയം രാജൻ സോഷ്യലിസ്റ്റിൻ്റെ ഒരാളാണ്, CPM-ന് വേണ്ടി സഖ്യകക്ഷി. പുള്ളിയൊക്കെ 2 or 3 റൗണ്ട് ഓരോ വീടുകളായിട്ട് കയറി വന്നു, എല്ലാ കാര്യങ്ങളും സംസാരിച്ചു, ആൾക്കാരെ കാണുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം കൊണ്ട് വന്നിട്ട് പോയി ആൾക്കാർക്ക് പോലും ഫെമിലിയർ അല്ലാതെ. പലയിടത്തും ഇതാണ് അവസ്ഥ. മുട്ടട മാത്രമാണെന്ന് തോന്നുന്നുണ്ട് വൈഷ്ണവ് എന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടീനെയൊക്കെ കുറച്ചതായിട്ടുണ്ട്, ശബരി അങ്ങനെ. ഇത് ഓക്കെ, അത് മാറ്റി നിർത്താം. നമ്മുടെ ഈ ഒരു പൊളിറ്റിക്സ് പറയുവാണ്, ഈ റിഫ്റ്റ് വന്നിട്ട് വലിയൊരു പ്രശ്നമാകുമ്പോൾ ഇനിയിപ്പോൾ ഇടപെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. ഒന്നുകിൽ ആരെങ്കിലും അപ്പുറത്തേക്ക് ചാടും. കാരണം ശിവകുമാറിനെയൊക്കെ പോലെയൊക്കെയുള്ള മനുഷ്യൻ പാർട്ടിക്ക് വേണ്ടി അത്രയ്ക്ക് മറ്റേ ബിഗ് സീറോയിൽ നിന്ന് കർണാടക ഒരു സമയത്ത് കയ്യിൽ നിന്ന് പോയി, മൊത്തത്തിൽ അങ്ങ് പോയി കിടക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പണിയെടുത്ത് എല്ലാം പുറത്ത് നന്നായിട്ട് രീതിയിൽ കൊണ്ടുവന്ന് കോൺഗ്രസിനെ ഭയങ്കരമായിട്ട് അധികാരത്തിൽ തിരിച്ചെത്തിച്ച ഒരു മനുഷ്യനാണ് ഇപ്പോൾ. അത് സംസാരിക്കാൻ സമയമില്ല, വാട്സാപ്പ് മെസ്സേജ് അങ്ങ് ഇട്ടു എന്ന് പറയുന്നത് കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് ഈ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന MLA-മാർ ഡൽഹിയിൽ എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ ഇല്ല, അദ്ദേഹം വിദേശത്താണ്.
അല്ല ഞാനെന്താ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒപ്പോസിഷൻ ലീഡറാണ്. പക്ഷെ എപ്പോഴെങ്കിലും രാജ്യത്ത് അകത്തുണ്ടാവില്ല, എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വിദേശത്താണ്. അങ്ങനെ ഒരാളെ, ഇയാളാണ് നമ്മുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് പലപ്പോഴും ഇതിപ്പോൾ പറയുമ്പം എല്ലാം പറയണം. ഒരു നമ്മുടെ ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കുന്ന വ്യക്തി ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ഇല്ല. പാർട്ടി ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ പോലും അദ്ദേഹം ഇല്ല, വിദേശ യാത്രയാണ്, വിദേശത്താണ്. അപ്പം അങ്ങനെ ഒരാൾ എന്തിനാണ് രാജ്യത്തിൻ്റെ ഒരു ഒപ്പോസിഷൻ ലീഡറായിട്ട് തന്നെ നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, പലപ്പോഴും തോന്നിയിട്ടില്ല. വിഷമമായിട്ടുള്ളൊരവസ്ഥയാണത്. അപ്പം ഇത് പ്രശ്നം പരിഹരിക്കണതിന് പകരം ഇപ്പോഴും പറഞ്ഞേക്കണ വാട്സാപ്പിൽ ഒന്ന് വന്നിട്ട് പരിഹരിക്കാമെന്ന് എന്തോ ഒരു മെസ്സേജ് വന്നു എന്നല്ലേ പറഞ്ഞേക്കണേ, അപ്പോഴേക്കും അവിടെ അതിസങ്കീർണമായി മാറും. ഇത് മുതലെടുക്കാൻ തീർച്ചയായിട്ടും BJP ശ്രമിക്കുകയും ചെയ്യും. ഇതായിരുന്നു നമ്മൾ മധ്യപ്രദേശിൽ കണ്ടത്. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം എന്തുകൊണ്ട് പാഠം പഠിക്കുന്നില്ല, അനുഭവങ്ങൾ ഉണ്ടായിട്ട്? പാഠം പഠിച്ചിരുന്നെങ്കിൽ ഈ പാർട്ടി ഇന്നത്തെ അവസ്ഥയിലെത്തുമായിരുന്നു. ഒരു കിച്ചൺ ക്യാബിനറ്റായിട്ട് മാറ്റി ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞൊരു സംഭവം കുറേ കടൽക്കിഴവന്മാർ ഓതി കൊടുക്കണമെന്ന് വെച്ചിട്ട് ഇതാണ് നമുക്കറിയാം. 6 റൂം ടാക്ടിക്സ് കൊടുത്തിട്ടുള്ള ആരായിരുന്നു പല ഇലക്ഷന്മാർ. അത് കേസ് ഇതിപ്പോൾ കേരളത്തിൽ വരാൻ പോണ അതേ അവസ്ഥയായിരിക്കും. ഇപ്പം നോക്കിക്കോളൂ, ഈ നേതാക്കന്മാർ 2 തട്ടിലായിട്ട് ഇവിടെ ഭരണം കിട്ടുമെന്ന് തന്നെ അല്ല, അതിന് മുമ്പ് മുഖ്യമന്ത്രി കസേരയ്ക്ക് അടി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ അധികാരം നിയമസഭ തെരഞ്ഞെടുപ്പ് അടുത്തു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സുവർണാവസരമാണ്. ഇവിടെ എല്ലാ കൊള്ളയും നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് ഞാൻ നോക്കി മീഡിയാസിൻ്റെ മുന്നിൽ പോലും കോൺഗ്രസ് ഒരു രാജു പി നായരിനപ്പുറം പ്രബലരായിട്ടുള്ള ആൾക്കാരൊന്നും വന്ന് സംസാരിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ എത്ര ശക്തമായിട്ട് സംസാരിച്ചിട്ട് അവിടെയൊക്കെയാണ് പണ്ട് ഈ സന്ദീപ് വാര്യറൊക്കെ BJPക്കൊപ്പം നിന്ന സമയത്ത് ഈ സന്ദീപ് വാര്യർ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു മൈലേജ് ഉണ്ട് ചാനൽ ചർച്ചകളിൽ. രാഹുൽ മാങ്കൂട്ടം അതാ ഞാൻ പറഞ്ഞ കോൺഗ്രസിന് മൈലേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് പിണറായിനൊക്കെ ശക്തമായിട്ട് അങ്ങനെ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടമാണ്. അപ്പം അങ്ങനെ ഇപ്പം മാങ്കൂട്ടത്തിനൊന്നും ഈ പാർട്ടിയിൽ നിന്ന് തന്നെ ഇതാക്കി കളഞ്ഞിട്ടുണ്ട്. ചാനൽ ചർച്ചകളിൽ നല്ലൊരു മുഖമായിരുന്നു. അപ്പോൾ MLA ആയിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പലർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കാം ഈ ഒരു കേസ്. പിന്നെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ പോകുന്നില്ല, അതെന്തോ ആ രീതിയിലുള്ള കാര്യങ്ങൾ കോടതിയായിട്ട് തീരുമാനിക്കട്ടെ, എരയോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ, അത് നമ്മൾ സംസാരിക്കേണ്ട. ഇതാണ് ശ്രീജിത്ത് പറഞ്ഞ പോലെയുള്ളൊരു പ്രശ്നം. സംസാരിക്കാൻ ആളില്ല നമ്മുടെ ഇവിടെ കേരളത്തിലാണെങ്കിലും. ഇപ്പോൾ വീഡിയോ ഒരു തട്ടിലാണ്, K. മുരളീധരൻ മറ്റൊരു തട്ടിലേക്ക് നിൽക്കുന്നുണ്ട്. ആർക്ക് മുഖ്യമന്ത്രി ആവണം എന്നുള്ള പ്രശ്നമാണ്. ഇത് കോൺഗ്രസിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നമാണ്. ഓരോ സംസ്ഥാനത്തും അവർക്ക് പാർട്ടി വലുത്, പാർട്ടിയിലൊരു മുതിർന്ന ആരെങ്കിലും ആകട്ടെ എന്നല്ല, നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വർക്ക് അത് കുറേ കാര്യങ്ങൾ BJP കണ്ടുപിടിക്കണം. ഈ ഒരു കാര്യങ്ങളിൽ അത് CPM-നും ഉണ്ട് കേട്ടോ. നോക്ക്, എത്രയോ പ്രോബ്ലൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് തന്നെയാണ് അവർ തീരുമാനിച്ചിട്ട് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ഒറ്റക്കെട്ടാണ്. അധികാരത്തിന് വേണ്ടിയിട്ട് കിടന്നിങ്ങനെ ആ ഒരു നമുക്കറിയാം VS ആവശ്യപ്പെടുമ്പോൾ VSനെ മാറ്റിയിട്ട് പിണറായി ആണെങ്കിൽ പോലും അതിൻ്റെ പേരിൽ അവിടെ ഒരു ചോരയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് അണികൾ ഈ തുടർ പരാജയത്തിലൂടെ തന്നെ ആ പാർട്ടി തളർന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു മനസ്ഥിതിയിലേക്ക് പോകും നമ്മുടെ കോൺഗ്രസ് മേ ബി ഇതിൽ ബീഹാർ വലിയൊരു അടിയായി. ബീഹാർ നമുക്കിട്ട് കാര്യമില്ല, ബിക്കോസ് അത് ലാലു പ്രസാദ് യാദവിൻ്റെ കോട്ടയാണ്. അവിടെ കോൺഗ്രസിന് വലുതായിട്ട് ഒന്നും ചെയ്യാനില്ലായിരുന്നു അല്ലേ. പക്ഷെ എന്തോ പലതും കോൺഗ്രസ്സിന് വല്ലാത്ത പ്രതിസന്ധി തന്നെയാണ്. കോൺഗ്രസ്സിന് ഇപ്പം നമ്മുടെ ദക്ഷിണേന്ത്യ അല്ലാതെ നോർത്ത് ഇന്ത്യയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഏത് സംസ്ഥാനമുണ്ട്? ഒന്ന് രാജസ്ഥാൻ മാത്രമാണ്. രാജസ്ഥാൻ ഉണ്ടോ ഇപ്പോൾ? ഇല്ലല്ലോ, ഹിമാചൽ മാത്രം. രാജസ്ഥാനും പോയല്ലോ, ഇത് മാത്രം. ഞാൻ പറഞ്ഞത് ദക്ഷിണേന്ത്യ മാത്രമേ ഉള്ളൂ, നോർത്തിൽ വേറെ ഒന്നും ഇല്ലല്ലോ. ഒരുപക്ഷെ പാർട്ടിക്ക് പലരും, എനിക്ക് തോന്നുന്നു നേതാക്കന്മാരും ഒക്കെ അപ്പുറത്തേക്ക് ചാടും എന്നുള്ളൊരു പേടിയാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പ്രതിപക്ഷം, ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷമുള്ള ഒരു രാജ്യത്ത് മാത്രമേ ജനാധിപത്യം വിജയിക്കൂ. സത്യമല്ലേ? അല്ലെങ്കിൽ ആരും ചോദിക്കാനില്ലാതെ നാഥനില്ല കളരിയായി മാറും. ക്വസ്റ്റ്യൻ ചെയ്യാൻ ആളില്ല, എങ്ങനെ പഠിച്ചാലും ചോദിക്കാൻ ആളില്ല എങ്കിൽ എന്തായി മാറും? ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഒപ്പോസിഷൻ വേണം അല്ലേ. ഒപ്പോസിഷൻ സ്ട്രോങ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കുഞ്ഞിലെ കൊച്ചു പ്രശ്നങ്ങൾ ആദ്യമേ റിഫ്റ്റ് ആവാതെ മാറ്റണം. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ കോൺഗ്രസ് പഴയ പവർഫുള്ളായിട്ട് തിരിച്ചു വരണം എന്ന് വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വരട്ടേന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ പടലപ്പിണക്കങ്ങൾ ഇത് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. കർണാടകയെ സംബന്ധിച്ചിടത്തോളം ശിവകുമാറിനെ പോലൊരു വ്യക്തി തന്നെയാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. അത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും ഒരു പരിധിവരെ കുറേ അഴിമതിയൊക്കെ ഇതാക്കി പോവും. പിന്നെ പറഞ്ഞ പോലെ ഈ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ അതും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സ് തന്നെയാണ്, കാശി തന്നെ വേണം അല്ലേ. നമ്മൾ അത് അഴിമതി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഏത് പാർട്ടിയാണ് അധികാരം കിട്ടിക്കഴിയുമ്പോൾ അഴിമതിയിലേക്ക് പോകാത്തത്? ഇവിടെ ഒന്നും അധികാരം ഇല്ലാതെ തന്നെ കേരളത്തിൻ്റെ അകത്ത് സഹകരണ ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം. ഈവൻ BJP പോലും ദേ ആർ ഫേസിങ് വലിയൊരു ഇഷ്യൂ ആണ് സാമ്പത്തിക തീരുമാനം. കാരണം അത് ഫണ്ടിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അപ്പോൾ ശിവകുമാർ എന്ന് പറഞ്ഞ വ്യക്തി പാർട്ടി പരിഹരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ICUവിൽ കിടക്കുന്ന ഒരു പാർട്ടി പിന്നെ ഇനി അതും കൂടെ എടുത്ത് മാറ്റാണ്ടൊരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ലെറ്റ് us hope for the best. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.